നമസ്കാരം. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര നിർമ്മിക്കൽ, ക്രിമിനൽ നീതിയുമായി ബന്ധപ്പെട്ട 3 വിവാദ ബില്ലുകൾ പാസാക്കൽ തുടങ്ങി അധികാരത്തിലേറും മുൻപ് പറഞ്ഞതിലേറെയും BJP ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൗരത്വ നിയമം, യൂണിഫോം സിവിൽ കോഡ് എന്നിവയുമായി അടുത്ത വർഷം തന്നെ മുന്നോട്ട് പോകാൻ BJP ഉദ്ദേശിക്കുന്നുമുണ്ട്. എന്തായാലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇതിലൊക്കെ അന്തിമ തീരുമാനം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. അസമിലും ഉത്തരാഖണ്ഡിലുമൊക്കെ ഇതിന്റെ സാമ്പിൾ പരീക്ഷണം കൂടി BJP നടത്തിയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു പഴകിയ ഈ പൗരത്വ നിയമം അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് മാത്രമാണോ 2024 BJP പറയാൻ പോകുന്നത്, പൊതുജനങ്ങളോട് തങ്ങളുടെ അജണ്ടയായി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞു മടുത്ത പൗരത്വ നിയമമോ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡോ ആയിരിക്കില്ല BJPയുടെ 2024 പ്രധാനപ്പെട്ട അജണ്ട. മറിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രധാന അജണ്ടയായി BJP ഉയർത്തിക്കാട്ടാൻ പോകുന്നത് ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ തന്നെയായിരിക്കും. BJP ഭരിക്കുന്ന അസം, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയും ജനസംഖ്യാ നിയന്ത്രണ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അസമിൽ 2-ലധികം കുട്ടികളുള്ളവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് മുതിർന്ന BJPയുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ നിയമങ്ങൾ തങ്ങൾ പരിഗണിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് BJPയുടെ സഹമന്ത്രിയായ അജയ് കെ മിശ്ര നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണ നടപടി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ടയുമായി BJP പോലെയുള്ള ഒരു ദേശീയ പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അതിനെ രാഷ്ട്രീയപരമായ വിപ്ലവം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏറ്റവും ധീരമായ നിലപാടെന്ന് തന്നെ പറയേണ്ടി വരും. BJP പറഞ്ഞതൊക്കെയും പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനസംഖ്യാ നിയന്ത്രണ നടപടി എന്നുള്ള ഒരു അജണ്ട BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ജനസംഖ്യാ പെരുപ്പം ഒരു വശത്തു നിന്നും വെല്ലുവിളിയായി നേരിടുന്ന രാജ്യത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.